ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് കല്യാണം കഴിക്കേണ്ട എന്നുള്ളൊരു മനോഭാവമാണ്. അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കണ്ട എന്ന് പറയുന്നത്? അപ്പോൾ പലരും പല എക്സ്പ്ലനേഷൻസ് ആണ്, ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും പല തരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് അവർ തരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇപ്പോൾ ഈ കുട്ടികൾ വളരുന്ന ഒരു സാഹചര്യം, അവരുടെ പാരൻസ് തമ്മിലുള്ള ചേർന്ന് പോവാൻ കഴിയാത്ത ചേർച്ചക്കുറവ്, അതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണം. അവർ തമ്മിലുള്ള ഈഗോ ക്ലാഷുകൾ, പ്രശ്നങ്ങൾ, പിന്നെ അത് തിരുത്തി കൊടുക്കാൻ ഇപ്പോൾ ആരുടെ വീട്ടിലും ഗ്രാൻഡ് പാരൻസ് ഇല്ല, എല്ലാവരും സിംഗിളായിട്ട് ഒരു ഒറ്റ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരുപാട് തരത്തിലുള്ള ഈഗോ ക്ലാഷുകൾ ഈ കുഞ്ഞുനാൾ മുതൽ ഈ കുട്ടി ഇങ്ങനെ കണ്ടുവരികയാണ്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലും ഞാനും മാരേജ് ചെയ്താലും ഇതുപോലെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവും അല്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ ജനിക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ പാരൻസിന്റെ ചേർച്ചക്കുറവ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒട്ടും തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം കാണിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇതാണ്. പിന്നെ രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഇവരുടെ കൂടെയുള്ള ആൾക്കാർ, അതായത് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികളും ഇപ്പം പെട്ടെന്ന് ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒരു 3-4 മാസം കൊണ്ട് തന്നെ ഡൈവേഴ്സ് ആയി പോകുന്ന ഒരു പ്രവണത കാണിക്കുന്നുണ്ട്. അതിനും പ്രധാനമായിട്ട് ഈ ഈഗോ ക്ലാഷുകളും ചർച്ചക്കുറവും തന്നെയാണ്. മെയിനായിട്ട് ഈഗോ ക്ലാഷുകളാണെന്ന് തോന്നുന്നു. അപ്പം ഈ ഒരു പ്രശ്നം കാണുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇതുപോലെ ഡൈവേഴ്സ് ആവുകയാണ്, അപ്പം ഞാൻ കല്യാണം കഴിച്ചാലും ഇത് തന്നെയല്ലേ സംഭവിക്കുക എന്നുള്ളൊരു തോന്നല്. അതാണ് പിന്നെ ഒരു തോന്നൽ ഈ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവർ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെയുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, അതായത് ഒരു 6, 7, 8 വയസ്സുകളിൽ നമുക്ക് അറിവില്ലാത്ത പ്രായത്തിൽ എന്തെങ്കിലും കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥ, ചിലപ്പോൾ വീട്ടിൽ നിന്നാവാം, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന്. ഇപ്പം ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലോ. അങ്ങനത്തെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയ കുട്ടികൾ, അവർക്ക് ഒരുപാട് ഇതിനെപ്പറ്റി പേടിയാണ്. ഞാൻ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അവരുടെ ഉള്ളിൽ ആ ഒരു പേടിയും ഭയവും, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിയ പോലുമില്ല. പക്ഷേ ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട്, ഇതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു ധൈര്യം കിട്ടുന്നില്ല, കാരണം ഒരു കുറ്റബോധം ഉള്ളിൽ കിടപ്പുണ്ട്, ആ കുഞ്ഞിലെ ഉണ്ടായ ഒരു സംഭവത്തിൽ. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഒരു കൂട്ടർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടീനേജ് ആയതിനു ശേഷം ചില തരത്തിലുള്ള ലവ് അഫെയേഴ്സും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും പിന്നെ അത് ഒരു ബ്രേക്കപ്പ് ആവുകയും, അപ്പോൾ അതിൽ സംഭവിച്ചിട്ടുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് ഇവർക്കൊരു പേടിയും വിഷമവും അതിൽ നിന്നുള്ള കുറ്റബോധവും കാരണം അവർക്ക് കല്യാണം കഴിക്കേണ്ട ഒരു വിരക്തി വന്നുപോയ കേസസും ഉണ്ട്. അപ്പോൾ അവർക്ക് അത് മറക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോഴും ഒരു പ്രശ്നമായിട്ട് മനസ്സിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതി, ഭക്ഷണശൈലി, അതേപോലെ ജോലികളാണെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലികൾ, എക്സർസൈസ് ഇല്ലായ്മ, ഇതുകൊണ്ട് തന്നെ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസസ്. അതിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നതാണ്. നമുക്ക് ആ ഹോർമോണാണ് നമുക്ക് എന്താ പറയുക, റിലേഷൻഷിപ്പ് നെർച്ചർ ചെയ്യാനും ഒരു സോഷ്യൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്നുള്ളത്. ഈ ഓക്സിറ്റോസിൻ ഒത്തിരി തന്നെ കുറയുന്നത് ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ആൺകുട്ടികളിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് വളരെ കുറഞ്ഞു പോവുകയും, അതേപോലെ തന്നെ പെൺകുട്ടികളിലാണെങ്കിൽ ഈസ്ട്രോജന്റെ അളവ് കുറഞ്ഞു പോകുന്നതും കാണാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ്, പലതരത്തിലുള്ള ഫിയറും അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്ട്രെസ്സും ഒക്കെ കാരണം ഇതെല്ലാം തെറ്റിക്കിടക്കുവാണ്. അപ്പൊ നിങ്ങൾ അതുകൊണ്ടൊക്കെയാണ് ഇവർക്ക് കല്യാണം കഴിക്കേണ്ട ഒരു വിരക്തിയിലോട്ട് ഇവർ മാറിപ്പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട്, പിന്നെ പ്രധാന ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കും തോറും അതിനനുസരിച്ചുള്ള നല്ല സാലറിയാണ് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നല്ല സാലറി ഉണ്ട്, എനിക്ക് അതിനുള്ള കഴിവുണ്ട്, എനിക്ക് അതിനുള്ള സൗന്ദര്യമുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. പിന്നെ നമുക്ക്
യാതൊരു രീതിയിലുള്ള, അപ്പൊ ഏത് മതമായാലും ഏത് ജാതിയായാലും യാതൊരു രീതിയിലുള്ള പ്രാർത്ഥനകളിലും ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിശ്വാസം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടി ആവുമ്പോൾ, അതായത് ഇവർക്ക് നല്ല പോലെ എല്ലാ കഴിവുകളും ഉണ്ട്, പിന്നെ എനിക്ക് അങ്ങനെ ഒരു ആരെയും അവർക്കൊരു ടെൻഷൻ ഇല്ല, ഭയപ്പാടില്ല, എനിക്കെല്ലാം കഴിയും, ഒരു ഓവർ കോൺഫിഡൻസ് ഇവരുടെ ഉള്ളിൽ കയറി പോവുകയാണ്. അപ്പൊ അതും ഒരു വലിയ റീസൺ ആണ് ഇനി കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഇതിൽ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ വംശനാശം സംഭവിച്ച മൃഗങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ ഇനിയിപ്പോ നമ്മുടെ മനുഷ്യരും കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ആ പട്ടികയിൽ എഴുതേണ്ടി വരുമോ എന്ന് സംശയിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറയുന്നത് ഈ ഹോർമോണൽ ഇംബാലൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സിന്റെ കുറ്റബോധമാണെങ്കിലും, ഒരു വിരക്തി അല്ലെങ്കിൽ എവേർഷൻ ആണെങ്കിലും, ഇതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് മുഖേനയോ, അല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള അവരുടെ മരുന്ന് കണ്ടുപിടിച്ചിട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻസ് കൊടുക്കുന്നത് വഴി അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റും അവരുടെ ചിന്താഗതി തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ നമുക്ക് അവരെ കറക്റ്റായ ഒരു പാത്തിലൂടെ നയിക്കാനും ഒരു കുടുംബജീവിതം നയിപ്പിക്കാൻ കുടുംബജീവിതം അവർക്ക് നയിക്കാനും കഴിയണം. കാരണം എനിക്കൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അടുത്തൊരു പേഷ്യന്റ് വന്നതാണ്. ഒരു 84 ഇയേഴ്സ് ഉള്ള ഒരു ഓൾഡ് മാൻ ആണ്. അപ്പോൾ അവരൊരു യോഗ ടീച്ചറാണ്, നല്ല കോൺഫിഡൻ്റ് ആണ്, അത്യാവശ്യം കാശുണ്ട്, ജീവിതം നന്നായി പോകുന്നു. പക്ഷെ ഈ ഒരു 80s ഒക്കെ കഴിഞ്ഞപ്പോൾ അവർ പറയാണ് എൻ്റെ അടുത്ത്, ആദ്യമായിട്ടാണ് ഡോക്ടറെ എനിക്ക് തോന്നുന്നത് ഞാനൊരു തെറ്റ് ചെയ്തതുപോലെ. ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം 80s കഴിഞ്ഞപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു ഹെൽപ്പ് വേണം, എനിക്ക് പല രീതിയിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറുടെ അടുത്ത് വന്ന് മരുന്ന് വാങ്ങിക്കാനായിട്ട്. പക്ഷെ ഞാൻ ആലോചിക്കുന്നു, ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ എനിക്കൊരു സപ്പോർട്ട് എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്ത് നല്ലതായിരുന്നു എന്ന് ഞാൻ ഇന്ന് ആലോചിച്ച് പോവുകയാണ്. പക്ഷെ എനിക്ക് പേടിയാവുന്നു. അപ്പോൾ അവരുടെ അതെന്ന് പറഞ്ഞു, ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഒരു മെയിൽ നേഴ്സിനെ വെക്കാതെ പറ്റത്തില്ല. പക്ഷെ മെയിൽ നേഴ്സിനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. എനിക്ക് ശരിക്കും ഞാനൊരു ഇതായിപ്പോയി. എനിക്ക് പറയണമെന്നുണ്ട്, ഇന്നത്തെ തലമുറയോടൊക്കെ പറയണമെന്നുണ്ട്, നിങ്ങളൊരു നല്ലൊരു കമ്പാനിയൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നല്ലൊരു കമ്പാനിയൻ വേണമായിരുന്നു എന്ന് എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമിച്ച് കരയാണ് ചെയ്തത് ആ ഒരു ആള്. ഒരു യോഗ ടീച്ചറും കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, അവരെന്തോരം കോൺഫിഡൻസ് ആയിട്ട് എത്ര കാലം ജീവിച്ചതാ. പക്ഷെ ആ ഒരു അവസാനം അവർക്കൊരു ധൈര്യം പോകുന്ന ഒരവസ്ഥയും കൂടി നമ്മുടെ ലൈഫിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുക. താങ്ക് യു.